Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. വൈദ്യുതി ബോർഡ് വിച്ഛേദിച്ച കണക്ഷൻ പുനഃസ്ഥാപിച്ച ഇറിഗേഷനുകളിൽ ഉടനെ പമ്പിംഗ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പമ്പിംഗ് വൈകിയാൽ ആവണംകോട്, പാഴൂർ, മനക്കപ്പാടം പാടശേഖരങ്ങളിലെ നെൽകൃഷി ഉണങ്ങിപ്പോകുന്ന സ്ഥിതിയാണുള്ളത്. വൈദ്യുതി ബോർഡ് വിച്ഛേദിച്ച കണക്ഷൻ പുനഃസ്ഥാപിച്ച ഇറിഗേഷനുകളിൽ ഉടനെ പമ്പിംഗ് ആരംഭിക്കണമെന്ന ആവശ്യം. കാലടി ഇറിഗേഷൻ സെക്ഷന് കീഴിലുള്ള 4 LI സ്കീമുകളുടെയും വിച്ഛേദിച്ച വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. എന്നാൽ വൈദ്യുതി ബോർഡ് വിച്ഛേദിച്ച കണക്ഷൻ പുനഃസ്ഥാപിച്ച ഇറിഗേഷനുകളിൽ ഉടനെ പമ്പിംഗ് ആരംഭിക്കാൻ സാധ്യതയില്ല. വർഷക്കാലത്ത് മോട്ടോറുകൾ പമ്പിംഗ് സ്റ്റേഷനുകളിൽ ഉയർത്തിവെച്ച സ്ഥിതിയാണ് നിലവിലുള്ളത്. മോട്ടോറുകൾ താഴ്ത്തിവെക്കുന്നതിന് ആവശ്യമായ വർക്ക് ടെൻഡറുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലെ നവംബർ മാസത്തിൽ പമ്പിംഗ് ആരംഭിക്കാനാണ് സാധ്യതയെന്ന് ഇറിഗേഷൻ ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കഴിഞ്ഞ സീസണിൽ നമ്മളെല്ലാ മോട്ടോറുകളും വെള്ളം കയറാതെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ റിക്വസ്റ്റ് വരുന്നതനുസരിച്ച് നമ്മളെല്ലാ ഓരോ മോട്ടോറുകളും ഇറക്കി അത് ഓവർലോഡ് ചെയ്ത് പമ്പിങ് പുനരാരംഭിക്കും. അത് പമ്പിങ് സീസൺ ആരംഭിക്കുന്ന സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്യുക. അത് സിവിൽ വിങ്ങിൽ നിന്നുള്ള റിക്വസ്റ്റ് ലെറ്റർ വരുന്ന നോക്കി ഓരോ മോട്ടോറുകളും നമ്മൾ ഇറക്കി പമ്പിങ് പുനരാരംഭിക്കാം. നവംബർ ആദ്യം ഒക്കെ തൊട്ടാണ് സീസൺ തുടങ്ങാറ്. നവംബർ ഡിസംബർ ആദ്യത്തിൻ്റെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജൂൺ വരെ നമുക്ക് പമ്പിങ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ജൂണിൽ നമ്മൾ വീണ്ടും പമ്പുകൾ വെള്ളം കയറാതിരിക്കാൻ മുകളിൽ കയറ്റി വയ്ക്കും. മഴ കുറവ് ലഭിക്കുകയും വേനൽ കൂടുതൽ ശക്തമാവുകയും ചെയ്തതിനാൽ ഇപ്പോൾ തന്നെ കൃഷികൾ കരിഞ്ഞുണങ്ങുന്ന അവസ്ഥയിലാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ സാഹചര്യം മനസ്സിലാക്കി പമ്പിംഗ് ഉടൻ ആരംഭിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം കാഞ്ഞൂർ, പാഴൂർ പാടശേഖരത്തിലെ 300 ഏക്കറോളം വരുന്ന നെൽകൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ പാടെ നശിച്ചുപോകുന്ന അവസ്ഥയാണ്.